ഹായ്, നമുക്കിന്ന് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം കരുതുക. ശേഷം ചിക്കൻ നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പെരുംജീരകപ്പൊടിയും കുറച്ചിടുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പുരട്ടി വയ്ക്കുക. ചിക്കൻ വറുത്തിട്ട് കറി വയ്ക്കാനാണ് ഞാനിന്ന് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉരുളിയിൽ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ശേഷം അത് കുറേശ്ശെയായി ചിക്കൻ അതിലേക്ക് ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഇട്ടു. അങ്ങനെ കുറേശ്ശെയായിട്ട് ഞാൻ ഇട്ട് ചിക്കൻ നന്നായിട്ട് ഇളക്കി അതിൻ്റെ എല്ലാ വശവും മൂത്ത് കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വറുത്ത് കോരിയെടുത്ത് വേണം നമുക്ക് കറി വയ്ക്കാൻ. കറി വയ്ക്കാനായതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ കഴിക്കണ പോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കഷ്ണം ഇച്ചിരി ഫ്രൈ ആക്കിയിട്ടുണ്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം. കാരണം വേറെ ഒന്നുമല്ല, അതിൽ നമുക്ക് കാശിക്കുട്ടനെ കൊടുക്കാനായിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മുരിച്ച് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ആദ്യം കോരിയെടുക്കുക. അതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പും അങ്ങനെ ചിക്കൻ ഇട്ട് വറുത്തെടുത്തു. അങ്ങനെ ചിക്കൻ വറുത്ത കോരി ചിക്കനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഞാൻ ആ എണ്ണ മാറ്റി കളഞ്ഞൊന്നുമില്ല. ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റുന്നുണ്ട്. ആ എണ്ണ കളയാഞ്ഞത് വേറൊന്നുമല്ല, വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ആ പൊടിയൊക്കെ തന്നെയാണല്ലോ നമ്മൾ കറിയിലും യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ സവോള ഇട്ടു, കറിവേപ്പില ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി. സവോള നന്നായിട്ട് വഴറ്റാനായിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതിന് വേണ്ടി ഇടയ്ക്ക് വന്ന് ഇച്ചു ഒന്ന് ഇളക്കി തന്നു. ഹസ്ബൻഡ് ഇളക്കാനൊക്കെ ഒന്ന് കൂടി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സവാളയൊക്കെ ഞാൻ തന്നെ വഴറ്റി കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അങ്ങനെ ആ പൊടിയുടെ പച്ചപ്പൊക്കെ മാറി, അതായത് ആ പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. അപ്പോൾ സവോളയായിട്ടൊന്ന് നന്നായിട്ട് വഴണ്ടി വരാനായിട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മുളക് പൊടി ആയാലും നന്നായിട്ട് മൂത്തെടുത്തെങ്കിലേ ഉള്ളൂ നമുക്ക് ചിക്കന് നല്ലൊരു കളറും ഒരെടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ടു. അതും കൂടി ഇട്ട് നന്നായിട്ട് വറുത്ത് പുരട്ടി ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ പോലെ ആക്കിയെടുത്തു. ശേഷമാണ് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് അടി ചേർത്താണ് ഇളക്കിയത്. അങ്ങനെ എല്ലാം പാകമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു കളറൊക്കെ മാറി ചേഞ്ച് ചെയ്ത് നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കന് ചേർക്കാനായിട്ട് വെള്ളം, നമ്മുടെ ചിക്കൻ കഷ്ണം വറുത്ത് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെള്ളം, അതിനകത്ത് കുറേ ഇതുണ്ടായിരുന്നു ചിക്കൻ എടുത്തതിൻ്റെ. അപ്പോൾ അത് പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ചതും. പിന്നെ ഈ ചാറും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതൊന്ന് കുറുകി വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത്. ചാറായിട്ട് നീട്ടിയെടുക്കുന്നവർക്ക് ചാറായിട്ട് നീട്ടിയെടുക്കാം. ഇവിടെ പിന്നെ ഒത്തിരി ചാറ് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി ചാറിൽ വയ്ക്കാറില്ല. ചിക്കൻ ഇച്ചിരി ഒന്ന് ചാറ് വറ്റിച്ചെടുക്കും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ചിക്കൻ കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക് യു.